വെൽക്കം ടു അവർ ചാനൽ DD ദ ട്രാവലർ. ഇറ്റ്സ് മീ ദിച്ചു ദിലീപ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സ്വന്തം വീടിന് മുമ്പിലാണ്. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ലാസ്റ്റ് വീഡിയോ വൈൻഡപ്പ് ചെയ്തത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നമുക്ക് കൂടുതൽ വീഡിയോ വിശേഷങ്ങളൊന്നും എടുക്കാൻ സാധിച്ചില്ല. കാരണം ക്യാമറ കയ്യിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. കാരണം നമുക്ക് ലഗേജ് കൂടുതലുണ്ടായിരുന്നതുകൊണ്ട് ക്യാമറ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവിടുത്തെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീടും അച്ഛനെയും അമ്മയും എല്ലാവരെയും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക. അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ, നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നു. അപ്പോൾ നേരെ വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീടിനകത്തോട്ട് പോകാം. എന്തൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ അകത്തെ വിശേഷങ്ങളാണ് നമുക്ക് വീടിൻ്റെ അകത്ത് പോയി നോക്കാം. നമുക്ക് നേരെ വീടിൻ്റെ അകത്തോട്ട് പോകാം. അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ ലിവിങ് റൂം. ലിവിങ് റൂം നമ്മൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വീട് മൊത്തമായിട്ട് കാണിച്ചു തരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ അച്ഛനെ അമ്മേനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് എൻ്റെ അച്ഛൻ. അച്ഛൻ്റെ പേര് ദിലീപ്. അച്ഛൻ BSNL എംപ്ലോയി ആയിരുന്നു. ഇപ്പോൾ VRS എടുത്തു. അച്ഛനിപ്പോൾ ഒരു തുണിക്കടയും ചെരുപ്പ് കടയും നടത്തുകയാണ്. അമ്മയുടെ പേര് ദിവ്യ. അമ്മ ഹൗസ് വൈഫാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കുടുംബം എന്ന് പറയുന്നത്. ഞാനും അച്ഛനും അമ്മയും ഞങ്ങളൊരു ചെറിയ കുടുംബമാണ്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ബാക്കി നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ അകത്തോട്ട് കയറി വന്ന് ഫസ്റ്റ് കണ്ട ലിവിങ് റൂമിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. അപ്പോൾ ഈ ലിവിങ് റൂം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് 2 റിക്ലൈനർ ഇവിടെ വെച്ച്, 2 നോർമൽ സെറ്റ് അവിടെ ചെയ്ത്, TV എല്ലാം ആ ഒരു സൈഡിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു പൂജാമുറി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ദൈവങ്ങളുടെ ഒരു പിക്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഞാനിവിടെ ഒരു ഫാൻ കാണിച്ചു തരാം. ഇത് ഒരു ലൈറ്റും ഫാനും കൂടെ കൂടിയുള്ളൊരു സംഭവമാണത്. അതിൻ്റെ റിമോട്ടാണ് നമുക്കിവിടെ ഇത് കാണാൻ പറ്റുന്നത്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ലൈറ്റാണ്, നമുക്ക് ഓണും ഓഫ് വിധത്തിലാക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫാനുണ്ട് ഇതിൽ. അത് പക്ഷേ അതിൻ്റെ വിങ്സ് അകത്തേക്കാണ്. ഇത് കണ്ടു. ഇപ്പം നിങ്ങൾക്ക് ആ ഫാൻ ഓൺ ആക്കുമ്പോൾ മാത്രമേ വിങ്സ് പുറത്തേക്ക് വരത്തുള്ളൂ. അതുപോലെ നമുക്ക് ഈ ലൈറ്റിൻ്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. 3 കളേഴ്സായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ആ ഫാൻ നമ്മളവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു 2 ലൈറ്റിൻ്റെ തൂണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റിൻ്റെ തൂണുകളാണിത്. ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് ലൈറ്റാണ്, ക്രിസ്റ്റൽസ് ആണിത്. അപ്പോൾ അങ്ങനെ 2 തൂണുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് നമ്മുടെ വിളക്കുകളും ഒരു ഗണപതിനെയും അതിനെ കുറച്ചൊന്ന് അലങ്കാരമാക്കുന്ന രീതിയിൽ നമ്മളൊരു പ്രഭയും അതിന് ചുറ്റും വെച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ നമ്മളിവിടെ നമ്മളെ താക്കോലുകളും കാര്യങ്ങളും എല്ലാം നമ്മളിവിടെയാണ് സൂക്ഷിക്കുന്നത്. അങ്ങനെ അവിടെ നമ്മളങ്ങനെ ആ ഒരു ഗ്യാപ്പ് അവിടെ നമ്മൾ ആ സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമ്മളങ്ങനെ അത് അലങ്കരിച്ച് വെച്ചിരിക്കുന്നതാണ് അവിടെ. പിന്നെ നമുക്കിവിടെ ഗസ്റ്റ് വന്ന് നമുക്ക് ഫാമിലി എല്ലാവർക്കും ഇരുന്ന് സംസാരിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു സെറ്റ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവിടെയാണ് നമ്മുടെ ഡൈനിങ് വരുന്നത്. ഡൈനിങ്ങും എല്ലാം നമ്മൾ ഫുള്ള് നമ്മളൊരു വുഡ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഡൈനിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ ഫുള്ള് വുഡ് ഫിനിഷിലാണ്. പിന്നെ എൻ്റെ സൗണ്ട് കുറച്ച് ശ്വാസം പ്രോബ്ലം ഉണ്ട്. ക്ലൈമറ്റ് മാറിയതിൻ്റെ ഒരു പ്രശ്നം എനിക്കുണ്ട്. അതിൻ്റെ ഒരു ശ്വാസം എടുക്കുന്നതിന് പ്രശ്നം വരുന്നുണ്ട്. എല്ലാവരും അത് ക്ഷമിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ്ങിൻ്റെ അവിടെ ഒരു ചെറിയ ലൈറ്റൊക്കെ കൊടുത്ത് നമ്മുടെ മേളുമെല്ലാം നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തതാണ്. ഇതൊരു ഡിസൈനർ വന്ന് ഡിസൈൻ ചെയ്തതോ അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയർ വർക്കുകാർ വന്ന് ഡിസൈൻ ചെയ്തതോ അല്ല. ഇത് ഞാനും അച്ഛനും കൂടെയാണ് ഇതിൻ്റെ ഡിസൈൻ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഈ ഡൈനിങ് റൂം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ ഒരു തിരുനക്കര ശിവൻ നിൽപ്പുണ്ട്. തിരുനക്കര ശിവൻ എന്ന് പറഞ്ഞാൽ ആനപ്രേമികൾക്കൊക്കെ അറിയാമായിരിക്കും. അവൻ്റെ ഒരു ചെറിയ രൂപമാണിത്. നമ്മളത് പറഞ്ഞുണ്ടാക്കിച്ചതാണ് തിരുനക്കര ശിവൻ്റെ ഒരു ചെറിയ രൂപം. പിന്നെ നമ്മളിവിടെ ഡൈനിങ് റൂമിന് ശേഷം നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ കിച്ചണിലോട്ട് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു കട്ടിങ് ഉണ്ട് ഇവിടെ. അതായത് ഡൈനിങ്ങിൽ നമുക്ക് ഗസ്റ്റ് വന്നിരിക്കുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഫുഡ് ഉണ്ടാക്കി നമുക്ക് ഇതുവഴി സെർവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡൈനിങ്ങിൽ ആരെങ്കിലും നമുക്ക് റിലേറ്റീവ്സ് ഒക്കെ ഇരിക്കുമ്പോഴത്തേക്കിന് അവരുമായിട്ട് നമുക്ക് കിച്ചണിൽ നിൽക്കുന്നയാൾക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താനും സാധിക്കും അതുവഴി.
സോ അതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഇതാണ് നമ്മുടെ കിച്ചൺ ഫുള്ളി ഇവിടെ എല്ലാം നമ്മൾ വൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ടൈലും നമ്മൾ വൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് മൊത്തമായിട്ട് കബോർഡും കാര്യങ്ങളും ഈ താഴെ കബോർഡും കാര്യങ്ങളും ഒക്കെ നമ്മൾ എഗ് പ്ലാൻ പർപ്പിൾ എന്ന് പറയുന്ന കളർ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ ഷെയ്ഡ് നമ്മൾ മുകളിൽ റൂഫിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയെല്ലാം ഒരു വുഡൻ ഫിനിഷ് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മുടെ മൈക്രോവേവും ഇതൊരു ഓവനാണ്, ഗ്രില്ല് ചെയ്യാനുള്ളൊരു ഓവനും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം ഇതിനകത്ത് നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാനും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് മൈക്രോവേവൻ. പിന്നെ ഇവിടെ നമുക്കൊരു ഫ്രിഡ്ജ്, നമ്മൾ ഒട്ടും സ്പേസ് കളയാത്ത രീതിയിലാണ് നമ്മൾ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഫ്രിഡ്ജ് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്ത് ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത് ഒരു നമ്മുടെ ഗ്യാസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒട്ടും സ്പേസ് കളയാത്ത രീതിയിലാണ് നമ്മൾ നമ്മുടെ കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇപ്പം ഗസ്റ്റ് ഒന്നുമില്ല, ഞാനും ഇപ്പോൾ പോയി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും മാത്രമേ ഇവിടെ കാണത്തുള്ളൂ. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ചെറുതായിട്ടൊരു ടേബിൾ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ 2 ചെയറും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ചെയർ ഇവിടെ ഉള്ളൂ, ഇപ്പോൾ 2 ചെയറാണ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ഒരു വർക്ക് ഏരിയയാണ്. പാത്രങ്ങൾ വാഷ് ചെയ്യാനും കാര്യങ്ങളും എല്ലാം ഇവിടെയാണ് ചെയ്യുന്നത്. അതിൻ്റെ അപ്പുറത്ത് നമുക്കൊരു ചെറിയ ഔട്ട്സൈഡ് കിച്ചണായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്താണ് വാഷിങ്ങും കാര്യങ്ങളൊക്കെ, വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ അവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനുള്ളിൽ ഒരു ഫ്രിഡ്ജുണ്ട്. നമുക്ക് മീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അകത്തെ ഫ്രിഡ്ജിലല്ല, പുറത്തെ ഫ്രിഡ്ജിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ലിവിങ് റൂമും ഡൈനിങ് റൂമും കിച്ചണും വർക്ക് ഏരിയയും കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ബെഡ്റൂമുകൾ എങ്ങനെയാണെന്നുള്ളതാണ്. അതിന് മുമ്പ് ഇത് നമ്മുടെ ഇവിടെ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുക. അതിന് ഫ്രണ്ടിൽ നമ്മളൊരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്ലാസും നമ്മൾ ലൈറ്റ് വെച്ചാണ് അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് കൊടുത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ വാഷ് ബേസിനിലെ ഈ പൈപ്പ് കൊടുത്തിരിക്കുന്നത് സെൻസറാണ്, ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ മുമ്പേ അച്ഛനെ അമ്മേനെ പരിചയപ്പെടുത്തിയപ്പോൾ ആ ക്ലാസ്സിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ അനിയനാണ്, അച്ഛൻ്റെ പെങ്ങളുടെ മകൻ. അവനാണ് നമ്മുടെ ഇവിടുത്തെ വീഡിയോയും കാര്യങ്ങളും എല്ലാം എടുക്കുന്നത്. അവൻ്റെ പേര് അദ്വൈത്. അപ്പോൾ നമ്മളപ്പോൾ നേരെ റൂമിലോട്ട് പോകാം. റൂമിൽ പോയിട്ട് റൂമിലെ കാഴ്ചകൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത്. ഇവിടെയാണ് അച്ഛനും അമ്മയും കിടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തതാണ്, അല്ലാതെ പുറത്തുനിന്ന് ആരെയും നമ്മളതിന് കൊടുത്തിട്ടില്ല ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ ആശയത്തിൽ തോന്നിയ രീതിയിലുള്ള കാര്യങ്ങളെ നമ്മളിവിടെ ചെയ്തിട്ടുള്ളൂ. അത് വലിയ കാര്യമൊന്നുമല്ല, പക്ഷെ നമുക്ക് തോന്നിയ രീതിയിലാണ്. നമുക്ക് തോന്നിയ രീതി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ തോന്നിയ രീതിയിലല്ല, നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നിയ ആശയം, ആ രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം അച്ഛനും അമ്മയും കിടക്കുന്ന ബെഡ്റൂമാണിത്. ഞാൻ നിങ്ങളെ കാണിച്ചു തന്നല്ലോ, ആ ബെഡ്റൂമിൻ്റെ ബാത്റൂമും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ബെഡ്റൂമിൻ്റെ ബാത്റൂം എന്ന് പറയുന്നത്. ഇവിടെ നോർമൽ ഒരു ബാത്റൂം, ഇവിടെ സൈഡിൽ ക്ലോസറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു. അവിടെ നമുക്ക് ഒരു ക്ലോസറ്റ് കുളിക്കാനുള്ള രീതിയിൽ ഗ്ലാസ് ഇട്ട് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊരു വുഡ് ടൈലിലാണ് അവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം. അപ്പോൾ ആ ബെഡ്റൂമിന് ശേഷം ഇവിടെയാണ് നമ്മുടെ ഗസ്റ്റ് റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സെക്കൻഡ് ബെഡ്റൂമാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്തും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. പക്ഷേ ഇതിപ്പം നമ്മൾ ജസ്റ്റ് ഗസ്റ്റ് വരുമ്പോൾ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ഒരു റൂമാണ്. നമ്മുടെ കടയിലേക്കുള്ള കുറച്ച് തുണികളും സാധനങ്ങളും ഒക്കെ ആ സൈഡിൽ നമ്മൾ വെച്ചിട്ടുണ്ട് ഈ റൂമിൽ. അപ്പം ഇത് നമുക്ക് ഗസ്റ്റ് വരുമ്പം അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു റൂമാണിത്. ഇത് അറ്റാച്ച്ഡ് അല്ല. അപ്പോൾ ഇതിനെ ഉള്ള ബാത്റൂം സത്യം പറഞ്ഞാൽ കോമൺ ആയിട്ട് നമുക്ക് ബാത്റൂം മുകളിൽ മാത്രമേ ഉള്ളൂ. താഴെ നമുക്ക് റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമാണ് അപ്പുറത്തുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ നമ്മുടെ കാഴ്ചകൾ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ. നമുക്ക് താഴെ 2 ബെഡ്റൂമും ലിവിങ് റൂമും ഡൈനിങ്ങും കിച്ചണും വർക്ക് ഏരിയയും പിന്നെ പുറത്തൊരു ചെറിയ കിച്ചണുമാണ് നമുക്കുള്ളത്. നമുക്കിനി എന്തൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങൾ നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം. അപ്പം ഇതാണ് നമ്മുടെ സ്റ്റെയർ കേസ്. ഈ സ്റ്റെയർ കേസ് വഴിയാണ് നമ്മൾ മുകളിലേക്ക് പോകേണ്ടത്. അപ്പോൾ നിങ്ങൾ വരും, നമുക്ക് എന്തൊക്കെയാണ് മുകളിലെ വിശേഷങ്ങളെന്ന് നമുക്ക് മുകളിൽ ചെന്ന് നോക്കാം. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ഹാളിലാണ്. നമ്മൾ സ്റ്റെയർ കയറി നേരെ വരുന്നത് ഈ ഹാളിലേക്കാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്, ഇത് നമ്മൾ ക്യാൻവാസിൽ വരച്ചെടുത്തതാണ് ഗീതോപദേശം. ഒരു ഫുള്ള് വോളായിട്ട് നമുക്ക്
ഇവിടെ നമ്മൾ വരച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഈ ഹോളിൽ നിന്ന് വിസിബിലിറ്റി എന്ന് പറയുന്നത് നല്ലൊരു വിസിബിലിറ്റിയാണ്, നമുക്ക് നല്ലൊരു കാഴ്ച തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ മേളത്തെ ഹോളിലാണ് നിൽക്കുന്നത്. മേളത്തെ ഹോളിൻ്റെ നമ്മൾ പർപ്പസ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ഗസ്റ്റ് ലിവിങ് അല്ല, നമുക്ക് ഫാമിലി ലിവിങ് ആണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫാമിലിക്ക് ഇപ്പോൾ താഴെ ഗസ്റ്റൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് ഫാമിലിക്ക് ഒരു കുട്ടികൾക്കായാലും വന്നിരുന്നൊന്ന് ടി വി ഒക്കെ കാണണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടി വിയും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ആ മേളത്തെ ലിവിങ്, നമ്മുടെ ഫാമിലി ലിവിങ്ങിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഒരു ചെറിയൊരു റൂമാണ്. ഇതൊരു ഓഫീസ് റൂം, അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛൻ നേരത്തെ BSNL-ലായിരുന്നല്ലോ, അപ്പോൾ അച്ഛൻ്റെ ഒരു ഫോണുകളുടെ ഒരു കളക്ഷനാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് പല ഇയറിൽ വന്ന ഫോണുകളാണ്. അതിൻ്റെ അകത്ത് ഏറ്റവും ഫസ്റ്റ് നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഏറ്റവും ഫസ്റ്റ് വന്ന ഫോണാണിത്. അത് നമ്മളിത് കണ്ടോ, ഇതിൻ്റെ സൈഡിലൊരു സ്റ്റാൻഡ് കണ്ടോ, അതിങ്ങനെ കറക്കി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോണാണിത്. ഞാൻ ഈ ഫോണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ, ഈ ഫോണുകളുടെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അച്ഛനുമായിട്ട് ഞാൻ നമ്മുടെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ഒരു സിസ്റ്റം, ഒരു കമ്പ്യൂട്ടറും കാര്യങ്ങളും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റൂമാണിത്. പിന്നെ നമുക്ക് നമ്മുടെ 2 ഡോഗ്സ് ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഇപ്പം നമ്മുടെ ഇവിടെ ഇല്ല. ആ 2 ഡോഗ്സിൻ്റെ പിക്ചേഴ്സാണ് നമ്മളവിടെ വെച്ചിരിക്കുന്നത്. ഒന്നിൻ്റെ പേര് ബ്ലാക്കി എന്നും ഒന്നിൻ്റെ പേര് റോക്കി എന്നുമായിരുന്നു. ഇവൻ ജർമ്മൻ ഷെപ്പേർഡാണ്. അവൻ ജർമ്മനുമായിട്ട് ക്രോസ് ആയിരുന്നു. 2 ഡോഗ്സ് ഉണ്ടായിരുന്നു നമുക്ക്. അത് പെണ്ണായിരുന്നു, ഇവനാണായിരുന്നു. പക്ഷെ അവൾ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി. ഇവനെ നമ്മൾ ഒരാൾക്ക് കൊടുക്കുമായിരുന്നു. അച്ഛനെ നോക്കാൻ വയ്യാതെ വന്നപ്പോൾ നമ്മൾ കൊടുക്കുമായിരുന്നു ഡോഗുകളെ 2-നും. അപ്പോൾ മേളിലത്തെ നമ്മുടെ ഹോളിൽ നിന്ന് നമുക്ക് എൻട്രൻസ് വരുന്നത് നേരെ ഇങ്ങോട്ടാണ്. ഇവിടെ നമുക്ക് 2 റൂമുകളായിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇത് കോമൺ ബാത്റൂമാണ്. അത് നമ്മൾ വുഡ് ഫിനിഷിൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ് ഇവിടെ. അതിനുശേഷം 2 ബെഡ്റൂമാണ് ഞാൻ പറഞ്ഞല്ലോ. അതിനകത്ത് ഈ റൂം നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, കാരണം നമ്മൾ മറ്റൊരു പർപ്പസിന് വേണ്ടി ഇട്ടിരിക്കുന്ന ഒരു റൂമാണിത്. നമ്മളൊരു തിയേറ്റർ പർപ്പസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻ ഫ്യൂച്ചർ. സോ ഇതാണ് നമ്മുടെ മേളത്തെ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം. എൻ്റെ ബെഡ്റൂമാണിത്. നമുക്ക് ബെഡ്റൂമിനകത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റൂമിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞാൽ പോലും നമുക്ക് ഇരുന്ന് ഒരു TV ഒക്കെ കാണണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു വാളിൽ നമ്മൾ TVയും ഹോം തിയേറ്ററും കാര്യങ്ങളും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈ ഒരു വാൾ നമ്മൾ വാൾപേപ്പർ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ വാൾപേപ്പർ ചെയ്തതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മേളുവശം നമ്മുടെ ലൈറ്റ് നമുക്ക് വേറൊരു ഫീല് ആണ് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നമ്മളെ ഗസ്റ്റുകൾ വന്നപ്പോൾ അവരും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ലൈറ്റിൻ്റെ ഒരു ആംബിയൻസ് നല്ലൊരു ആംബിയൻസ് ആണെന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഭാഗം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ താഴെ കണ്ട പോലെ തന്നെയുള്ളൊരു ഫാനാണിത്. 3 ടൈപ്പിൽ നമുക്ക് ഇതിൻ്റെ ലൈറ്റ് മാറ്റാൻ പറ്റും. അങ്ങനെ ഒരു ഫാൻ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് വരുന്നത് നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. പിന്നെ ഇത് 3 കബോർഡായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സ്ലൈഡിങ് ഡോറാണ്. 3 കബോർഡായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളും ബാക്കി എല്ലാ ഐറ്റംസും ഇതിൽ കയറും. ഒന്നും അലക്ഷ്യമായിട്ട് പുറത്ത് കിടക്കത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ അവിടെ 2 സൈഡിലും 2 ഡ്രോയിങ് കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ കുറച്ച് ഭിത്തിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 പാർട്ടീഷനായിട്ട് തിരിച്ചാണ് നമ്മൾ ഈ റൂം ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ റൂമിൻ്റെ അകത്തുള്ളൊരു പ്രത്യേകത, ഇവിടെ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ റൂം കാണുമ്പോൾ ഇത് ശരിക്കും അറ്റാച്ച്ഡ് ആണ് ഈ റൂമെന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ റൂം പെട്ടെന്ന് കാണുമ്പോഴത്തേക്കിന് ഇതിന് ബാത്റൂം എവിടെയാണ് എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. സോ അത് ഈ കബോർഡിൻ്റെ അകത്താണ് നമ്മൾ ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഗ്ലാസ്സിനകത്താണ് നമ്മൾ ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഞാനത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. ഇതിൻ്റെ അകത്താണ് നമ്മുടെ ബാത്റൂമും കാര്യങ്ങളും എല്ലാം വരുന്നത്. നമ്മൾ ഈ ബാത്റൂം നമ്മൾ US ഒരു മാതൃക കണ്ട് നമ്മൾ ചെയ്ത ബാത്റൂമാണിത്. ഇവിടെ ഗ്ലാസ് ഇട്ട് നമുക്ക് വാട്ടർ ഒട്ടും നമുക്ക് ഇങ്ങോട്ട് വരാത്ത രീതിയിൽ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷവർ എന്ന് പറയുന്നത് റെയിൻ ഷവറാണ്. അത്ര വലിയൊരു ഷവറാണ് വെച്ചത്. നമുക്ക് റെയിനിൽ നിന്ന് നമ്മൾ കുളിക്കുന്ന പോലെ തന്നെയുള്ളൊരു ഫീൽ നമുക്കവിടെ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ക്ലോസറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെയായിട്ടാണ് നമ്മൾ ക്ലോസറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ ടൈലാണെങ്കിൽ പോലും ബ്ലാക്കാണ് നമ്മളിവിടെ ഫുള്ള് ചെയ്യുന്നത്. അത് ക്രിസ്റ്റൽ ബ്ലാക്കാണ് കേട്ടോ. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ചെറിയൊരു ഗോൾഡ് ക്രിസ്റ്റൽ പോലെ ഉണ്ട് ഈ ടൈലിൻ്റെ അകത്ത്. പിന്നെ വാഷ് ബേസിന് ഇവിടെ
ഒരു സ്റ്റോറേജ് സ്പേസ് താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇവിടെ എൻ്റെ ബാക്കിലൂടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ബാത്റൂം എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം പോലെ നമ്മൾ ചെയ്തിരിക്കുന്നത്. എൻ്റെ ബെഡ്റൂമാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ബാത്റൂമും റൂമും എല്ലാം ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ഇതാണ് എൻ്റെ വീടും എൻ്റെ അച്ഛനും അമ്മയും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീട് എന്ന് പറയുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാനലുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നിടം വരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതിനും വരെ ടേക്ക് കെയർ. ബൈ.